ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തെല്ലാം ഉണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം ഞങ്ങളും സുഖമായിട്ട് പോവാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കണം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഐശ്വര്യമായിട്ട് തീയൊക്കെ കത്തിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് തുടങ്ങല്ലേ. പിന്നെ ഇതൊക്കെ പിന്നെ ഞാൻ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും അത് അങ്ങോട്ട് കാണിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു ജാതിയാണ് കേട്ടോ. എനിക്ക് വീഡിയോ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും രാവിലെ മുതൽ അങ്ങനെ എടുക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു വീഡിയോ എടുക്കാനും ഇതാക്കാനൊക്കെ ഒരു ഉഷാറ് വരുന്നത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ചില സമയത്തും ചില വീഡിയോസൊക്കെ ചിലപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയേ അങ്ങനെയാണെന്നുണ്ടെങ്കിലൊക്കെ ആയിക്കോട്ടോ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് എടുക്കലുണ്ടാകുക. പിന്നെ ഇപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ എന്തായാലും മെയിനായിട്ട് നമ്മളെ പാചകവും നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോ പോവുക. ഒരു നാട്ടിൻ പുറത്തെ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആ ഒരു നമ്മൾ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മളെ വീഡിയോയിലുള്ളത്. അല്ലാതെ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സജ്ജീകരണമോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കല്ലേ. അപ്പം ഞാനിതാ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതാ നേരെ ഇപ്പുറത്തേക്ക് വന്നേണ്. ചായയും കടിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് പൂരിയും ബാജിക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് പിന്നെ അതട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പും ചെറിയൊരു ഉള്ളീൻ്റെ കഷ്ണവും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിരുന്നു കേട്ടോ. പിന്നെ പൂരിക്ക് വേണ്ടിയിട്ട് ഇതാ പൊടിയൊന്ന് കുഴച്ച് ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പൂരിക്ക് എടുക്കുമ്പോൾ ചെറിയൊരു പച്ചവെള്ളത്തിലല്ല, ആ പച്ചവെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമല്ലോ, ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഞാൻ പൂരീൻ്റെത് മാവ് കുഴച്ചെടുക്കൽ. അപ്പം അങ്ങനെ അതൊന്ന് കുഴച്ചെടുത്തേണ്. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഞാനതൊക്കെ നല്ലോണം ഒന്ന് ഉടച്ച് സെറ്റാക്കി വെച്ചേന് കേട്ടോ. അപ്പോൾ ഞാൻ പൂരി ചുടാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം കറി അങ്ങോട്ട് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഇത് ചുടുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് വന്ന് അങ്ങനെ ചായ കുടിച്ച് പോവാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ പോവാനുള്ള ആൾക്കാർ ഞാനും നാസിമോനും മാത്രമാണ് എവിടെയും പോകാനില്ലാത്തത്. ബാക്കി എല്ലാവർക്കും ഇപ്പോൾ സ്കൂളിലും കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, ഇക്കാക്ക് വണ്ടി പോകണം. അപ്പോൾ ഓരൊക്കെ പോകാനുള്ളവരാണല്ലോ. അപ്പോൾ പിന്നെ ഓർക്കുള്ളത് വേഗം അങ്ങോട്ട് ആക്കി വെച്ചാൽ എനിക്ക് സമാധാനത്തിൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാനിരിക്കുള്ളൂ. ഇപ്പോൾ നാച്ചിക്കുട്ടന് ഇന്നും ഇപ്പോൾ നേരത്തെ തന്നെ എണീച്ച് വന്നേണ്. ഒരു ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചിട്ടും എല്ലാം അവിടെ ഇവിടെയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാജിക്കറി ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു 2 ഉള്ളി എടുത്തിട്ട് ഞാൻ ചോപ്പറിലൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ആ ഒരു ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത്, നല്ല വാടുമൊന്നും വേണ്ട, ഒന്ന് നമുക്കിങ്ങനെ കടിച്ചാൽ കിട്ടുന്ന ആ ഒരു രീതിയിൽ ഒരു പകുതി ഒന്ന് വാടി അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ബാജിക്കറിയിൽ നമ്മൾ കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു നമ്മൾ വറവിടുന്ന ആ ഒരു സമയത്ത് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ കറിയൊക്കെ ഒന്ന് സെറ്റാക്കി ഞാൻ എടുത്തിന്, അതൊന്ന് ഇങ്ങോട്ട് ഇറക്കി വെച്ചാണ്. പിന്നെ അതാ പൂരി ഒന്ന് ചുടുന്നുണ്ട്. അപ്പോൾ കുറച്ച് പരത്തി വെക്കും, എന്നിട്ട് ചുടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലൊന്ന് കറണ്ട് പോയിന്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. കറണ്ട് ഇതാ ഒന്ന് പോയി. പിന്നെ നമുക്ക് അടുക്കളയിൽ കറണ്ട് പോകുമ്പോൾ കത്തുന്ന ആ ഒരു വെളിച്ചമുണ്ട്, അതിൻ്റെ ആ ഒരു ചെറിയൊരു വെളിച്ചമാണ് ഇത്. കുറേ സമയത്തിനൊന്നും ഈ നല്ല വെളിച്ചമായിട്ട് അങ്ങനെ നിൽക്കുകയൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് കത്തിയിട്ട് പിന്നെ അതങ്ങോട്ട് മങ്ങി അങ്ങ് കിടലാണ്. ഈ ഒരു വെളിച്ചം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ക്ലിയർ ഉള്ളത് കേട്ടോ. കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഇതാ കറണ്ടൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്. ഞാനിതാ പൂരി ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. നാസിമോന്, നാഫി, നിച്ചോള് ഒക്കെ ചിലവരൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ വന്ന് ചായയൊക്കെ കുടിച്ച് പോകുന്നുണ്ട്. എല്ലായിടത്തും പിന്നെ ഇത് ചുടുന്നതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് എല്ലായിടത്തും ഒന്ന് വീഡിയോ എടുത്ത് ഓടി നടക്കാനും പറ്റുമൊന്നുമില്ല. വീണ്ടും കറണ്ട് പോയിട്ടുണ്ട്. എന്തായാലും അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ നടക്കട്ടെ. ഞാനിതിങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ, നമ്മളെ വീഡിയോ നിങ്ങൾ കാണുന്നതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ചില ആൾക്കാരൊക്കെ പിന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ എല്ലാവരും ഡെയിലി കാണാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങളെ വീഡിയോ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. കാരണം നിങ്ങൾ ആ ഒരു സപ്പോർട്ടും കമൻ്റൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പിന്നീടും വീഡിയോ ഇടാനൊക്കെ ഉള്ളൊരു ഉഷാറും ഇങ്ങോട്ട് ഉണ്ടാവുക. അപ്പോൾ പിന്നെ പൂരിയൊക്കെ ചുടലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞയച്ച് പിന്നെ ഞാനും വേഗം ഒന്ന് ചായയൊക്കെ കുടിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു.
ചായയൊക്കെ കുടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരാൾ ഇത് അവിടെ നല്ല പാത്രം കഴുകലാണ് കേട്ടോ. കമ്പിച്ചേരിയൊക്കെ എടുത്തിട്ട് ഭൂരിക്ക് പൊടി കുഴച്ച തളുക ഉണ്ടായിനി. അപ്പോൾ അത് നിലത്തൊക്കെ ഇട്ടിട്ട് നല്ല ഉരച്ച് വെളുപ്പിച്ച് കഴുകുന്നുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു ഓൻ അതും കൊണ്ട് ഉരച്ച് നിൽക്കുന്ന സമയം കൊണ്ട് വേഗം ഒന്ന് അകൊക്കെ ഒന്ന് മൊത്തത്തിൽ വൃത്തിയാക്കി ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ട് പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളും കൂടെ ഒക്കെ നല്ലൊന്ന് കഴുകി ഞാൻ തുടക്കലും ബാക്കി പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ തീ കത്തിച്ച് നമ്മളെ ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞൊന്ന് സമാധാനത്തിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പം കറി ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഉച്ച സമയത്ത് അതിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരുത്തന് പുട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇളകിയിട്ടുണ്ടായിരുന്നത്. ഓനങ്ങനെ വാശി പിടിക്കലൊന്നുമില്ല കേട്ടോ. നമ്മളെ തൊട്ട താഴെ നിങ്ങൾ കാണുന്ന വീടില്ലേ, അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ താത്താൻ്റെ അടുത്ത് ഓന്. അപ്പോൾ അവിടുന്ന് താത്ത ചോദിച്ചു ഈ ചായ കുടിച്ചോ എന്താ കടി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭൂരിയാണ് പറഞ്ഞേ. അപ്പോൾ ആ താത്താനോട് ചോദിച്ച് ഇവിടെ എന്താ കടിയെന്ന്. അപ്പോൾ അത് പുട്ടാണ് പറഞ്ഞിട്ടോ. അപ്പോൾ ഓനിക്ക് പുട്ട് വേണമെന്നൊരു പൂതി. അവിടെ പുട്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്താണാവോ പുട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇളകലേനി. പിന്നെ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ താത്ത അവിടെ നിന്ന് എനിക്ക് കുറച്ച് പുട്ടിൻ്റെ പൊടിയും ചെറിയൊരു തേങ്ങയും തന്നിട്ടുണ്ടായിന് കേട്ടോ. കുട്ടിക്ക് ചുട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ ഇതിനനുസരിച്ച് നിൽക്കുകയൊന്നുമില്ല. പിന്നെ ഓനങ്ങനെ പോയി ചോദിച്ചപ്പോൾ പുട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഓർക്കും ഒരു ഇടങ്ങാറ്. പിന്നെ നമ്മളൊരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ വേറെ ഒന്നും വിചാരിക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിതാ കൊടുന്നിട്ട് കുക്കറിൽ നമ്മൾ വാങ്ങിയ ചിരട്ടപ്പുട്ടിന് ഉണ്ടായിരുന്നല്ലോ, അതുള്ളതുകൊണ്ട് തന്നെ വേഗം കുക്കറിൽ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ വിസിലും അങ്ങോട്ട് ഊരി വെച്ചതാട്ടോ. ഫസ്റ്റത്തെ 2 പുട്ട് ചുട്ടിട്ട് കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ വേഗം ഓനക്ക് എന്തായാലും ഇപ്പോൾ പൂതി പറഞ്ഞതല്ലേ, എന്താണാവോ ഇപ്പോൾ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവുമാവോ. ഓന് പൊതുവേ പുട്ട് ഇഷ്ടമാണ് കേട്ടോ, പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ തന്നെ പുട്ട് എന്ന് കേട്ടപ്പോൾ എന്തെങ്കിലും തോന്നിയതേക്കും. അപ്പോൾ എന്തായാലും നട്ടുച്ചക്ക് ഇതാ ഞാൻ പുട്ട് ചുട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇരുന്ന് പഞ്ചാരയൊക്കെ ഇട്ട് നല്ല സ്പൂണൊക്കെ ഇട്ട് ഇരുന്ന് കുട്ടി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ആക്കി വെച്ച് 2ാം പണി ആയ പോലെയാണ് കേട്ടോ. ആകെ പെരങ്ങി പുട്ട് തിന്ന് അവിടെയൊക്കെ തൊയിച്ച് അരപ്പാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കലും പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചെറിയൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചൊക്കെ ഇട്ട് ഒന്ന് പരിപ്പൊക്കെ ഇട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരുന്നു. അപ്പോൾ പുട്ടു ചുടലും സാമ്പാർ വെക്കലും എല്ലാത്തിൻ്റെയും കൂടെ ഇടയിലൊക്കെ തന്നെ നമ്മളെ ചോറ് ഇതവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറും ഒന്ന് വാർത്ത് വെക്കുന്നുണ്ട്. നമ്മളിവിടെ ചോറ് വാർക്കലാണ് കേട്ടോ. കഞ്ഞിക്കാലത്തൊക്കെ അങ്ങനെ ഊറ്റിയിട്ട് വാർക്കലാണ്. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കൊട്ടയിൽ ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണുന്നതാണ് കേട്ടോ. വേറെയുള്ള ആളുകളുടെ വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോഴേ ചിലർ അങ്ങനെ ഇത് കൊട്ടയിലേക്ക് അങ്ങനെ ഊറ്റിയിട്ട് വാർക്കണ കാണലുണ്ട്. നമ്മൾ പിന്നെ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ പെരയിലും നമ്മൾ ചെറുപ്പത്തിലും നമ്മളെ വീട്ടിലും നമ്മളെ വല്യമ്മയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഉമ്മയൊക്കെ ആയിട്ട് ഓരെല്ലാവരും ഇങ്ങനെ വാർക്കണ തന്നെയാണ് കാണൽ. അതുകൊണ്ട് തന്നെ ഇത് ഞമ്മക്കും ഇതന്നെ അങ്ങോട്ട് പഠിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് വാർത്തണം. ഇനിയിപ്പോൾ എനിക്ക് രണ്ടാമതൊന്നും കൂടെ ഒന്ന് ക്ലീനാക്കി അടിച്ചു വരാനൊക്കെ ഉണ്ട്. നാച്ചിമോന് പുട്ടൊക്കെ തിന്നിട്ട് ആകെ അലമ്പാക്കി ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. ചിലപ്പം എന്താ പറയുക, ഓനിക്ക് അങ്ങനത്തെ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടാവലില്ല. ഞാൻ അങ്ങനത്തെ വാശി പിടിച്ച് കാര്യം നേടുന്ന കാര്യത്തിനൊന്നും ഞാൻ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കലുമില്ല കേട്ടോ. പക്ഷെ ഇന്നും അങ്ങനെ വാശിയാക്കിയിട്ടൊന്നുമില്ല. പുട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തോ കുട്ടിക്ക് പൂതിയായതല്ലേ വിചാരിച്ച് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതേനു. പിന്നെ അതൊക്കെ ഒന്ന് അവിടെ സെറ്റാക്കി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടുപോയിട്ടിനി കേട്ടോ. കഴുകിയിട്ടൊന്നുമില്ല. ഇന്നാണെങ്കിൽ കറണ്ടിന് വല്ലാത്തൊരു കളിപ്പിക്കലാണ് അല്ലേ. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവില്ലേ, വരിക പോവുക അതന്നെയാണ് കേട്ടോ പരിപാടി. അപ്പം പിന്നെ ഞാൻ ചപ്പ് ഉണ്ടായിരുന്നു കുറച്ച് മത്തൻ്റെ. അപ്പോൾ അതൊന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതൊന്ന് ഒരു അടുപ്പത്തുനിന്ന് അതൊന്ന് വേവിക്കുന്നുണ്ട്. ഉപ്പേരിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആയി കിട്ടുമല്ലോ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചോറും ആയിണല്ലോ, എന്നാൽ പിന്നെ കറിയും ഉപ്പേരിയും കൂടെ അങ്ങോട്ട് ആക്കി വെച്ചിട്ട് ഒന്ന് ഇവിടെ വൃത്തിയാക്കി ഒന്നും കൂടെ ഒന്ന് അടിച്ചു വാരിയിട്ട് ബാക്കി പാത്രം കൂടെ കഴുകിയാൽ എൻ്റെ പണികൾ കഴിയും. പിന്നെ ഓനെ കുളിപ്പിക്കലും ഒന്ന് ഉറക്കലും അങ്ങനത്തെ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടാവുമായിരിക്കില്ലേ. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. കാരണം നമ്മൾ എൻ്റെ ഹോം ടൂറിൻ്റെ ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം മുതൽ ഇങ്ങോട്ടേക്ക് എൻ്റെ വീഡിയോ കണ്ട് എല്ലാ വീഡിയോക്കും കമൻറ്റ് ഇടുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും പിന്നെ എന്താ പറയുക നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പം പിന്നെ എന്താ പറയുക നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തുടർന്ന് നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലേ അവരോടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഒരടുപ്പത്ത് ഉപ്പേരി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്.
പിന്നെ അപ്പുറത്തുനിന്ന് നമ്മളെ സാമ്പാറൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. 2 വിസിലടിച്ച് കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്താൽ തന്നെ സാമ്പാറിൻ്റെ പരിപാടി വേഗം കഴിയുമല്ലോ. ചിലപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ പൊട്ടിച്ച് വേഗം വറുത്തരച്ചിട്ടൊക്കെ വെക്കലുണ്ട്. അപ്പോൾ തേങ്ങ ഉണ്ടായിട്ടില്ലേനു. അപ്പോൾ പിന്നെ പൊടി ഇട്ടിട്ട് അങ്ങോട്ട് വറവിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് പിന്നെ പൊടികളെല്ലാം ഞാൻ ഒരു പാത്രത്തേക്ക് ഒരു മൂടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടി, സാമ്പാർ പൊടി, ഇത്രയും പൊടികളാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു മൂടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിനി. എന്നാൽ പിന്നെ നമുക്ക് ഓരോന്നോരോന്ന് ഇടുമ്പോഴേ ചിലപ്പോൾ ആദ്യം ഇട്ടത് കരിഞ്ഞു പോകില്ലേ. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒരുമിച്ച് ഇട്ട് വെച്ചിട്ട് തീ ഒന്നവിടെ കുറച്ച് വെച്ചിട്ട് പൊടികൾ ഒന്ന് എണ്ണയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്ത് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാമ്പാർ കഷ്ണം കുക്കറിൽ നിന്ന് ആ കറിയും കൂടെ ഒന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ എന്താണ് ഈ ഒരു സാമ്പാർ ഇന്ന് വെച്ചപ്പോൾ ഞാൻ നാളെ ഇഡ്ഡലിയോ ഉഴുന്ന ദോശയോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടായിനി. അപ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള ഉഴുന്ന അരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം എന്ന് ഇത് ഉണ്ടാക്കി ഇങ്ങോട്ട് നിൽക്കുമ്പോൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ പിറ്റേന്നത്തേക്കും കൂടെ ഉള്ള ചെറിയൊരു ചിന്തയും ഒരു കരുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ജോലി എളുപ്പമാവും പറയും അല്ലേ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. സാമ്പാർ ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ വേഗം പോയിട്ട് ഉഴുന്ന അരി വെള്ളത്തിലിടും. എന്നാൽ സാമ്പാറും ഇഡ്ഡലിയും ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണല്ലോ. ഇവർക്ക് എല്ലാവർക്കും ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് ഇടണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. സാമ്പാർ വെക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ എപ്പം കുറച്ച് കൂടുതൽ ഉണ്ടാവും ചെയ്യുവേ. എങ്ങനെ ഇത്തിരി വെച്ചാലും സാമ്പാർ കുറച്ച് കൂടുതൽ തന്നെ ആയിക്കും കേട്ടോ. അപ്പം ഞാനിതാ എൻ്റെ സാമ്പാറൊക്കെ അറവിട്ട് നാളത്തെ രാവിലത്തെ കടിക്കും ഉച്ചക്കത്തെ ചോറിനും രാത്രിക്കേക്കൊക്കെ കണക്കാക്കിയിട്ട് തന്നെ ഉള്ള കറി തന്നെയാണ്. കുറച്ച് കൂടുതലാക്കിയതാണ് കേട്ടോ, കടിക്കും കൂടെ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതും അവിടെ റെഡി ആയിക്കണം. അപ്പം പിന്നെ നമ്മളെ ഉപ്പേരി ഇതാ മത്തൻ ചപ്പ് ഉപ്പേരി, ചപ്പിനൊന്നും പിന്നെ അധികം വേവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതും ഇവിടെ റെഡി ആയിക്കണ്. പിന്നെ ഇതാക്കണം കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് വലിയ കാര്യപ്പെട്ട പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നാസിമോൻ്റെ പുട്ടിൻ്റെ ഇതും കൊണ്ടാണ് രണ്ടാമതൊന്ന് വീണ്ടും പെരങ്ങിയിട്ടുണ്ടായിന് ഇത് കേട്ടോ. അപ്പോൾ ഉപ്പേരിയും അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാനിതാ ഉഴുന്നും അരി ഒന്ന് വെള്ളത്തിൽ ഇട്ട് ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളത്തെ രാവിലത്തെ കടിയും കറിയും തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ. ഇതുപോലെ തലേന്ന് തന്നെ നമ്മൾ പിറ്റേന്നത്തേക്കുള്ള എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വേഗം ഒരു എളുപ്പത്തിൽ പരിപാടി അങ്ങോട്ട് കഴിയും കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അങ്ങോട്ട് ചെയ്തു. വീണ്ടും ഒന്നും കൂടെ ഒക്കെ ഒന്ന് അടിച്ചൊക്കെ വാരി ബാക്കിയുള്ള പാത്രങ്ങൾ ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇനി കുളിക്കുക, ചോറ് വയ്ക്കുക, അതൊക്കെ തന്നെയാണ് കേട്ടുള്ളത്. വൈകുന്നേരം ആയാലും ഇനി അടുപ്പിൻ്റെ അടുത്ത് വരാനും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വോയിസ് ഇന്നിപ്പോൾ ഉച്ചക്കാണ് കേട്ടോ, ഇന്ന് തന്നെ ഇടാനുള്ളതാണ്. അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിലേ നാസിമോൻ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിക്കണം കേട്ടോ. മെല്ലെ ഞാൻ ഒച്ച ഉണ്ടാക്കല്ലേ അറിയുമ്പേ മെല്ലെ മെല്ലെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവേ. മുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് വന്നിട്ട് അതിനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുമോന്. അപ്പോൾ മെല്ലെ സോപ്പിട്ട് അപ്പുറത്തേക്ക് പറഞ്ഞയച്ചിക്കണേ. അപ്പം ഞാനിത് അതിൻ്റെ വേഗം ഒന്ന് പാത്രങ്ങൾ ബാക്കിയുള്ളതും കൂടെ കഴുകി ഒന്ന് എടുക്കട്ടെ കേട്ടോ. അടുക്കളയിൽ ഇറങ്ങി അപ്പം പാത്രം കഴുകാനുണ്ടാവില്ലേ. എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ. നമ്മളൊന്നും ചെയ്യാണ്ട് അപ്പുറത്തേറ്റും പോയിരുന്നാലും ഒരു പണിയും ഉണ്ടാവില്ല. അടുക്കളയ്ക്ക് എന്തിനെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി. പിന്നെ കുറച്ച് പാത്രം കഴുകൽ എന്തായാലും മസ്റ്റ് ആയിക്കൂലേ. അടുക്കള എനിക്ക് പണ്ടൊക്കെ ഈ പാത്രം കഴുകൽ ഭയങ്കര മടിയായിന് കേട്ടോ. അപ്പോൾ പിന്നെ മടിച്ചിട്ടൊന്നും കാര്യമില്ല. പണ്ട് നമ്മൾ ചെറുതിലുള്ളപ്പോൾ ഇമ്മ പാത്രം കഴുകാൻ പറഞ്ഞാൽ അപ്പം എനിക്ക് പഠിക്കാനുണ്ടാവുമായിരുന്നു. ഇപ്പോൾ എനിക്ക് എഴുതാനുണ്ട് പഠിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഓർമ്മ ആവും, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോണതാണ്. അപ്പോൾ എന്താണ് അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കുളിയും പരിപാടികളൊക്കെ കഴിഞ്ഞതാ മോനെ കുളിപ്പിച്ച് ഓന് ചോറൊക്കെ കൊടുത്ത്, ഓന് ചോറ് തിന്നിട്ടില്ലേനോടും പുട്ട് തിന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ആ പുട്ടൊക്കെ തിന്നിട്ട് പിന്നെ ഇതാ തൊട്ടിൽ ഓനെ ഒന്ന് ഉറക്കി ഞാനും ഇപ്പോൾ ഇതാ ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.